ആ എടാ, അവളുമാരെല്ലാം പോയോ? ആ പോയി. പറ്റുവാണെങ്കിൽ നമ്മളിവിടുന്ന് പോകുന്നെന്ന് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ അതാ നല്ലത്. നമ്മളിനിയിപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞില്ലേ ഇവിടുന്ന് പോകുന്നുള്ളൂ. അത് മതി. എടാ കൗതു, നീ അതൊന്ന് നോക്കി. രണ്ടുപേരെ ഇങ്ങനെ നിർത്തുന്നത് ശരിയല്ല. എൻ്റെ ഭഗവാൻ, ഇനി എന്നാണോ എൻ്റെ മോൻ ഇതുപോലെ നടക്കുന്നത് കാണാൻ പറ്റുന്നത്? നടന്നത് തന്നെ. നീ ഒന്ന് അങ്ങോട്ട് നോക്കിയേ. അത് നടക്കുമല്ല, ഓടുവാ. ചിമ്പാൻസി കുറഞ്ഞ നിന്റെ മറ്റവനാടി. എന്റെ മറ്റവന് പറയുന്ന നീ ഞാൻ ശരിയാക്കും. ആ പിന്നെ ഞാനിവിടെ നിന്ന് വരാൻ പോയില്ലേ. കൊഞ്ഞ 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 കൊഞ്ഞ. അടിപൊളി. ഇതുങ്ങൾക്ക് മെച്യൂരിറ്റി വന്നിട്ട് കെട്ടിച്ചു കൊടുക്കാനായിട്ടാണോ നമ്മളിരിക്കുന്നത്? ചക്കിക്കൊത്ത ചങ്കരൻ. ഞാൻ എൻ്റെ മോനെ എന്തൊക്കെ പറഞ്ഞിരിക്കുന്നു. ഇതിലും ഭേദം അവൻ തന്നെയാ. സഞ്ജയേട്ടാ, ഇവിടെ അടുത്തില്ലേ ഒരു നല്ല റെസ്റ്റോറന്റ് നടന്നിട്ടുണ്ട്, നമുക്ക് അവിടെ പോണം കേട്ടാ. നിനക്ക് ഈ തീറ്റ കേസ് മാത്രമേ പറയാനായിട്ടുള്ളൂ. എന്തായാലും നിങ്ങളുടെ നാട്ടു കേസിനേക്കാളും ഭേദാ. സഞ്ജയേട്ടാ, എന്നെ കൊണ്ടുപോവോ? ഇങ്ങനൊന്നും പറയല്ലേ, ഞാനങ്ങ് സമ്മതിച്ചു. എന്റെ ചക്കര സഞ്ജയേട്ടനാ. എനിക്ക് വയ്യ. എങ്ങോട്ടാ പെട്ടിയും പ്രമാണമൊക്കെ ആയിട്ട്? ഞാൻ ആലോചിക്കുവാ ഒരു തീർത്ഥാടനത്തിന് പോയാലോന്ന്. വാലന്റൈൻസ് ഡേ അല്ലേ വരുന്നത്. എനിക്കിതൊന്നും താങ്ങാനുള്ള ത്രാണിയില്ല. മൊത്തം ഡയറി മിൽക്കും സിൽക്കും ഹാർഡ് പോപ്പും ഒക്കെ ആയിരിക്കും. ഞാനാണെ ആകെ ഒരു 5 സ്റ്റാർ മേടിച്ചിട്ട് ഒരു മൂലയിലിരുന്ന് കൂച്ചാന്ന് മാത്രം. വല്ല തീർത്ഥാടനത്തിന് പോകുന്ന നല്ലത്. എടി ആതിരെ, ഒന്നിങ്ങി വന്നേ. ആ ആനന്ദേട്ടാ, ഞാൻ വരുന്നു. പൊന്നുമോനെ, പ്രാരാബ്ദം ഒറ്റയ്ക്ക് പറഞ്ഞു തീർത്തു, ഞാൻ പോവാ. സാൻവിയല്ലേ പോകുന്നത്? തീർത്ഥാടനത്തിനാണ് എപ്പോഴായാലും പോവാം. പക്ഷെ സാൻവിയുടെ പിന്നാലെ ഇപ്പോഴേ നടക്കാൻ പറ്റുമെന്ന്. ബേബി, ഐ ആം കമ്മിങ്. ഹലോ, എങ്ങോട്ടായി ചീറിപ്പാഞ്ഞു പോന്നേ? എന്നെ കാർത്തി ഒന്ന് വിളിച്ചായിരുന്നു, എന്തോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം പറയാനുണ്ടെന്ന്. ഞാൻ അവനെ കാണാൻ പോവാ. ഞാൻ പോയിട്ട് വരാം. എന്നാ പിന്നെ എന്തിനാ നിൽക്കുന്നേ? പൊക്കൂടെ? ചുമ്മാ വായി നോക്കി നിൽക്കുന്നു. അവൻ്റെ അമ്മനെ കെട്ടിക്കാൻ പോവാ കേട്ടോ. എന്നാലും കാർത്തിക് എങ്ങനെ എന്നോട് ഇത് ചെയ്യാൻ തോന്നി? എനിക്കവൻ നല്ലൊരു ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നു. ഇത്രയും കാലം സപ്പോർട്ടീവായിട്ട് കൂടെ നിന്ന് ഇതിനായിരുന്നു. തകർത്ത് കളഞ്ഞില്ലേ അവൻ എന്നെ. ഒന്ന് പോകുന്നുണ്ടോ? സമാധാനം കളയാനായിട്ട് എപ്പോഴും കയറി വന്നോളൂ. എനിക്ക് ശല്യമാണ് നിങ്ങളിപ്പോൾ. എന്തിനാ എപ്പോഴും എൻ്റെ സമാധാനം കളയാനായിട്ട് ഇങ്ങനെ കയറി വരുന്നത്? ഒന്ന് പൊക്കൂടെ? ഒന്നും വേണ്ടട്ട, ഒന്നും പറയാൻ വേണ്ട, എനിക്കൊന്നും കേൾക്കണ്ട. സമാധാനം കളഞ്ഞിട്ട് ഇപ്പോഴും എന്തിനാ ഇങ്ങനെ കയറി വരുന്നത്? ഞാൻ കരഞ്ഞാലും കരഞ്ഞില്ല, നിങ്ങൾക്ക് എന്താ? ഒന്ന് പോയി തരുമോ? എനിക്ക് മനസ്സമാധാനത്തോടെ ഇവിടെ ഇരിക്കണം. ശല്യമാ നിങ്ങൾ, എനിക്ക് ശല്യം. ഞാൻ നിനക്ക് ശല്യമോ? എന്താ നീ പറയുന്നേ? എന്താ പറഞ്ഞത് മനസ്സിലായില്ലെന്നുണ്ടോ? ഒന്ന് പോയി തരുമോ? പക്ഷെ ഞാൻ പൊക്കോളാം. പക്ഷെ ഇനി നീ എന്നെ ഇതുപോലെ കണ്ടെത്ത് വരത്തില്ല. ഞാൻ ഇനി ഇങ്ങോട്ട് വരണമൊന്നുമില്ല. പിന്നെ ഞാൻ നിന്നെ ഹേർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ സോറി. നിന്റെ പിന്നാലെ നടന്നതിന്, നിന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞതിന്, ഇപ്പൊ ശല്യം ചെയ്തതിന്, എല്ലാത്തിനും. ഇല്ല സാൻവി, ഞാൻ പോവാ. എനിക്കെന്റെ തെറ്റ് മനസ്സിലായി. ഞാൻ നിനക്ക് ഇത്രത്തോളം ശല്യമാണെന്ന് ഞാൻ അറിഞ്ഞില്ല. ഇനി നിന്റെ കൺമുമ്പിൽ പോലും ഞാൻ വരാതിരിക്കാൻ ഞാൻ പരമാവധി ശ്രമിക്കും. ഇല്ല സാൻവി, ഞാൻ പോവാ. പക്ഷെ ഒരു കാര്യം ചോദിച്ചോട്ടെ, വെറുക്കാതിരുന്നോടെ? എന്നെ ഒന്ന് സംസാരിക്കാനൊക്കെ സമ്മതിച്ചൂടെ? അറ്റ്ലീസ്റ്റ് ഒരു ഫ്രണ്ടായിട്ടെങ്കിലും. നീ ഇല്ലാതെ പറ്റത്തില്ല എനിക്ക്. അതോ എനിക്ക് അത്രയ്ക്ക് ശല്യമാണോ? ഞാൻ പോവാ.
Later. ആ മക്കളെ, എന്നാൽ ഞങ്ങൾ ഇറങ്ങുക. ഇനി നിന്നാ താമസിക്കും. ഡാ, ഞാൻ പോവാ. പഠിത്തത്തിലൊന്നും ഉഴപ്പില്ല കേട്ടോ. മോളെ, പപ്പ പോവാ. ശരി പപ്പ, ലേറ്റ് ആക്കണ്ട, ഇറങ്ങിക്കോ. എന്താ ആരെങ്കിലും പോസ്റ്റ് ആക്കിയിട്ട് പോയതാണോ? വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു. ആരെ? നിന്നെ. ഒന്ന് ചുമ്മാ തമാശ പറയാ പോ സാൻവി, എനിക്ക് വേറെ പണിയുള്ളതാണ്, ഞാൻ പോവാ. അയ്യോ, ഞാൻ ഒറ്റയ്ക്കാക്കിയിട്ട് പോവാണോ? എനിക്ക് തന്നെ വരാൻ പേടിയാണ്. എന്നെയും കൂടെ കൊണ്ടുപോകും. എന്താ പൊന്നുമോളുടെ ഉദ്ദേശം? അങ്ങനെ പ്രത്യേകിച്ച് പ്ലാനൊന്നും ചെയ്തിട്ടില്ല. നിങ്ങളെ വളയ്ക്കണം, കെട്ടണം എന്നൊരു ഉദ്ദേശം മാത്രമേ ഉള്ളൂ. നോക്കിയിരുന്നോ, ഇപ്പൊ നടക്കും. ബട്ട് വൈ? അന്ന് ഞാനും നിന്റെ പിന്നാലെ കുറെ നടന്നാണല്ലോ, എന്നിട്ട് അന്നൊന്നും കണ്ടില്ലല്ലോ ഇത്. സത്യം പറയാലോ, ഞാൻ നിന്നെ മറന്നു. ഞാൻ ദേഷ്യം വന്നപ്പോ എന്തൊക്കെയോ പറഞ്ഞെന്ന് വിചാരിച്ച്. ഇങ്ങനൊന്നും ചെയ്യാൻ പറ്റില്ല കേട്ടോ. എന്നോട് എങ്ങനെ ഇങ്ങനെ ചെയ്യാൻ നിനക്ക് തോന്നുന്നേ? അയ്യോ, ആരായി പറയുന്നേ? ഞാൻ നിന്റെ പിന്നാലെ നടന്നപ്പോ നീ എന്നെ എത്ര തവണ അടിച്ചിട്ടുണ്ടടി. അതുപോലെ ഞാൻ ഇപ്പൊ തരട്ടെ, നീ താങ്ങത്തില്ല. ഇങ്ങോട്ടടിച്ചോ, പതുക്കെ അടിക്കണേ. നിനക്ക് വട്ട് തന്നെ. കണ്ടോ, നീ എന്റെ അടുത്ത് വന്നതിനല്ല ക്ഷമിച്ചൂന്ന് പറയും. നിന്റെ പട്ടി പറയും. പട്ടി പറയണ്ട, നീ പറഞ്ഞാ മതി. ഞാൻ കുറെ അനുഭവിച്ചതല്ലേ, ഇനി നീ അനുഭവിക്ക. അപ്പോ ചേട്ടൻ പോട്ടെ പെങ്ങളെ. ഇത് ചീറ്റിംഗ് ആണ്. എന്നോട് ഇത് ഇങ്ങനെയൊക്കെ പറയുന്നേ? ആ, എന്നെ ഒരു ഫസ്റ്റ് ഇയറിൽ ഒരു കൊച്ച് പ്രപ്പോസ് ചെയ്തിട്ടുണ്ട്. നാളെ വേണം അവളോട് ചെന്ന് യെസ് പറയാൻ. നിന്റെ കൈ ഞാൻ വെട്ടും അവളോട് യെസ് പറഞ്ഞാല്. നിനക്ക് എന്ത് പെണ്ണേ? നീ പ്രേമിക്കുന്നുണ്ടല്ലോ, കല്യാണം കഴിക്കുന്നുണ്ടല്ലോ, അത് എന്നെ മാത്രം മതി, വേറെ ഒരുത്തിയും വേണ്ട. ഇനി അതിന്റെ പേരിൽ അവളെ തല്ലിക്കൊന്ന് ജയിലിൽ പോണെങ്കിലും ഞാൻ തയ്യാറാ. അല്ല പിന്നെ. കണ്ടോ, നീ എന്നോടൊരു ദിവസം ക്ഷമിക്കും. അല്ലെങ്കിൽ എന്റെ പേര് സാൻവി എന്നല്ല, കണ്ടോ. ഇന്ന് മുതൽ ഞാൻ നിന്നെ വളയ്ക്കാനുള്ള തത്രപ്പാടിലായിരിക്കും. ഇപ്പൊ ഒന്ന് ബൂസ്റ്റായി. നാളെ മുതൽ പഠിച്ച പണി 18 ഞാൻ നോക്കിയിട്ടാണ് നിന്നെ ഞാൻ വളച്ചെടുക്കും. നീ അന്നെന്നോടൊരു കാര്യം പറഞ്ഞില്ലേ, അതിപ്പോ ഞാൻ തിരിച്ച് നിന്നോടായിട്ട് തന്നെ പറയുകയാണ്. നിന്നെ കൊണ്ടേ ഞാൻ പോവൂ. ഇത് വട്ട് തന്നെ, ഞാൻ ഉറപ്പിച്ചു. Later. എന്നാലും അന്ന് സാൻവിയുടെയും കാർത്തികയുടെയും എന്തായിരിക്കും നടന്നത്? അത് തന്നെ ഞാനും ആലോചിക്കുന്നത്. അതിനുശേഷമല്ലേ ഈ പ്രശ്നമെല്ലാം ഉണ്ടായത്. സാൻവി ആരുവിനോട് ചേർത്ത് സംസാരിച്ചത്. എന്നാലും അത് എന്തിന്റെ പേരിലായിരിക്കും? നമ്മുടെ കഷ്ടകാലത്തിനാണ് ആരും ഇന്നലെയാണ് നമ്മളോട് ഇതെല്ലാം പറയുന്നത്. സാൻവിയാണെ പഠിച്ച പണി 18 നോക്കുന്നുണ്ട്. അവൻ പഴയ പോലെ അവളോടൊന്ന് മിണ്ടാനും അവളെ ഇഷ്ടപ്പെടാനും. അവനാണെ അവളെ മറന്നെന്നും പറഞ്ഞ് നടക്കില്ലേ. അവൾ ആ പാവത്തിന്റെ ഹൃദയം അത്രയും വേദനിപ്പിച്ചിട്ടുണ്ട്. അതാ അവനിപ്പോ പഴയ പോലെ ആവാത്തത്. എന്തായാലും അവള് കുറച്ച് വെള്ളം കുടിക്കട്ടെ, എന്നിട്ട് ഇതെല്ലാം പഴയ പോലെ കലങ്ങി തെളിഞ്ഞോളും. അവരുടെ പ്രശ്നം അവർ തന്നെയാണ് തീർക്കേണ്ടത്. നമ്മളെന്തേലും ഇടയ്ക്കുള്ള സഹായിച്ചു കൊടുത്താൽ മതി, അത് മതി. പക്ഷെ സാൻവി എന്തോ മറക്കുന്നുണ്ട്, അതെനിക്ക് ഉറപ്പാ. അതിവള് പറഞ്ഞ ശരിയാ, അതെനിക്കും തോന്നി. എനിക്ക് തോന്നുന്നു സാൻവി എന്ന ആരോനോട് അങ്ങനെ പെരുമാറാനായിട്ട് തക്കതായ എന്തോ കാരണമുണ്ടെന്ന്. അല്ലെങ്കിൽ അവളങ്ങനെ പെരുമാറുമോ? അല്ലെങ്കിൽ അവളെ അത്രയും വേദനിപ്പിക്കുന്ന എന്തോ ആ കാർത്തിയുടെ അവളുടെ ഇടയിൽ നടന്നിട്ടുണ്ട്. അതാ എനിക്ക് തോന്നുന്നത്. ഇത് അവള് പറയുന്നത് സത്യമാണ് എനിക്ക് തോന്നുന്നത്. ആയിരിക്കും, ആ ഒരു ദേഷ്യത്തിലായിരിക്കും അവൾ ആരോനോട് അങ്ങനെ സംസാരിച്ചത്. എന്തിന്റെ പേരിലാണെങ്കിലും സാൻവി അങ്ങനെ പെരുമാറിയത് ശരിയായില്ല. ചേട്ടാ, അവൾ അങ്ങനെ പെരുമാറേണ്ട എന്തോ തക്കതായ കാരണമുണ്ട്. കാരണം എന്തോ ആയിക്കോട്ടെ, പക്ഷെ അതിന്റെ പേരിൽ അവനെ ഹേർട്ട് ചെയ്യേണ്ടിയിരുന്നില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ, ആരും സ്നേഹിക്കുന്നവൻ അവനോട് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവൻ എത്ര ഹേർട്ടാവുമെന്ന്. സാൻവി പറഞ്ഞ് എന്തായാലും അവന് നന്നായിട്ട് വേദനിച്ചിട്ടുണ്ട്. എന്തിന്റെ പേരിലാണെങ്കിലും അവനെ വേദനിപ്പിക്കേണ്ടിയിരുന്നില്ല. അവള് ചെയ്ത തെറ്റിന് അവൾ അനുഭവിക്കാതെ ഈ പ്രശ്നം എന്തായാലും സോൾവ് ആവാൻ പോകുന്നില്ല. അവള് മിക്കവാറും കുറെ വെള്ളം കുടിക്കും. എന്തായാലും ഈ പ്രശ്നം ഒന്ന് സോൾവ് ആയാൽ മതി. ഇടയ്ക്ക് നമ്മൾ സാൻവിനെ ചെറുതായിട്ടൊന്ന് ഹെൽപ്പ് ചെയ്താൽ മതി, പ്രശ്നം തന്നെ സോൾവ് ആയിക്കോളും. എന്തായാലും എനിക്ക് അവളെ കൈവിടാൻ പറ്റത്തില്ലല്ലോ. അവൾക്ക് നല്ല സങ്കടമുണ്ട് അവൾ പറഞ്ഞതിൽ. അത് മറിച്ചിട്ട് അവൾ എല്ലാവരോടും സംസാരിക്കുന്നത്. എന്തായാലും ഞാൻ അവളെ ചെന്നൊന്ന് കാണട്ടെ, അല്ലേ അവളൊന്നും കഴിക്കത്തില്ല. വാവേ. എന്താ ഏട്ടാ? എന്താടാ ഇത്, നീ ഇന്നും ഒന്നും കഴിക്കുന്നില്ല? ഓ, എനിക്ക് വിശപ്പില്ല. എനിക്കറിയാം നിന്റെ വിശപ്പില്ലാഴിയുടെ കാരണം എന്നാന്ന്. മോളെ, നമ്മൾ തൻ്റെ ഇങ്ങനെ ഒരു റിജക്ഷൻ കിട്ടിക്കഴിഞ്ഞ് തളരാൻ പാടില്ല. നീ നെഞ്ചു പിടിച്ച് അവൻ്റെ അടുത്ത് നിന്നിട്ട് പറ, എനിക്ക് നിന്നെ ഇഷ്ടമാണ്, കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ടെന്ന്. അങ്ങ് ധൈര്യത്തോടങ്ങ് പറ. അതൊക്കെ എപ്പോഴേ പറഞ്ഞു. അതെപ്പോ? ഇന്നലെ രാത്രിയില്. ഈശ്വരന്മാരെ, നീ അവന്റെ റൂമിലും കയറി ചെന്നാ? ചെറുതായിട്ട്.
ഓ, നിനക്ക് എന്റെ എല്ലാ കഴിവുകളും കിട്ടിയിട്ടുണ്ട്. നീ എന്റെ പെങ്ങള് തന്നെ. ഏട്ടാ ഞാൻ അറിഞ്ഞോണ്ടല്ലെന്ന്. ഓ, നീ ആ കാര്യം വിട്. ഇനി അതോർത്ത് സങ്കടപ്പെട്ടിരിക്കണ്ട. എന്തായാലും നിനക്ക് അവനെ കിട്ടാൻ വിധിച്ചിട്ടുണ്ടേ. നിനക്ക് എന്തായാലും അവനെ കിട്ടും. ആഹാ, അങ്ങനെ തത്വം പറഞ്ഞ് രക്ഷപ്പെടാൻ നോക്കുന്നു. അവനെ എനിക്ക് മാത്രമേ കിട്ടൂന്ന് പറഞ്ഞിട്ട് പോകും. എടി കാന്താരി, നീയാള് കൊള്ളാലോ. അവനെ വളയ്ക്കാൻ ഞാൻ ഇതറ്റം വരെയും പോവും. അങ്ങനെ തന്നെ വേണം വാവേ. നിനക്ക് പറ്റും. നിന്നെ കൊണ്ടേ പറ്റും. തളരരുത് രാമൻകുട്ടി, തളരരുത്. യാ, ഐ ആം എ കോംപ്ലാൻ ഗേൾ. ആരു, നിന്നെ ഇനി വളർത്തിട്ട് എനിക്ക് വിശ്രമമുള്ളടാ. സാൻവിന്ന് വെച്ചാ ഫ്ലവറിലടാ, ഫയറാ, താഴത്തിലടാ. ഏട്ടന്റെ ബാബ വിജയിച്ചു വരും. വിജയി ബാബ. വിജയോ? ഞാൻ വിജയനല്ല വിളയ്ക്കാൻ വന്നേ. ആരുവിനെ വിളയ്ക്കാൻ വന്നേ. ആരു ബാബ എന്ന് പറ. ഞാനതല്ലല്ലോ ഉദ്ദേശിച്ചത്. എന്തായാലും ഇരിക്കട്ടെ. ആരു ബാബ. ഉറങ്ങാനും പറ്റുന്നില്ല, പുല്ല്. അപ്പൊ ഗായ്സ്, ഇപ്പൊ രാത്രിയാണ്. നമ്മളല്ലെന്ന് പറഞ്ഞില്ല. എടാ, ഞാൻ പറഞ്ഞതാണ് ഇനി ഇത്രയും മുള്ളിനെ മുക്കിക്കൊണ്ട് വരണ്ടെന്ന്. ഇവനെ ആരും അപ്പുറത്ത് കൊണ്ട് കിടത്ത്. അയ്യോ വേണ്ടടാ, ഞാൻ മിണ്ടാതിരുന്നോളാം. എന്നാ പിന്നെ ഇന്ന് കാക്ക മറന്ന് പറക്കും. എന്താണ് ഈ കാണിക്കുന്നത്? എനിക്ക് വായടിച്ചിരിക്കാൻ പറ്റാത്ത കൊണ്ടല്ലേ. മര്യാദ കടകയാണ്. നല്ല ഫോർക്ക് എടുത്ത് പിന്നാമ്പുറത്ത് കൊത്തിക്കേറ്റി ഞാൻ. ആതിരാ, നോ. എന്റെ അച്ഛനും അമ്മയ്ക്കും എന്റെ കൊച്ചുമക്കളെയൊക്കെ കണ്ടിട്ട് കണ്ണടക്കണമെന്നുണ്ട്. നിങ്ങളുടെ ഈ സ്വഭാവം കാരണം തന്നെ നിങ്ങളുടെ ജനറേഷൻ മൊത്തം തീരാൻ സാധ്യതയുണ്ട്. അല്ല, പ്ലാൻ എന്താ? സാൻവിനെ എടുത്തോണ്ട് വരണം ആദ്യം. പക്ഷേ ആരെടുത്തോണ്ട് വരും? ഓ പുല്ല്, ആരും ഉണ്ടായിരുന്ന അവനെ കൊണ്ട് എടുപ്പിച്ചാ മതിയായിരുന്നു. ഇപ്പൊ വലിയ പുലിപാലായല്ലോ മോനെ ജെയ്ടാ. മിക്കവാറും ഈ ഷൊട്ടുമണിയുടെ ചുക്കാമണി ഞാൻ അടിച്ച് പൊട്ടിക്കും. കൊറേ ദിവസം കൂടി നന്നായിട്ടൊന്ന് ഉറങ്ങി. ഞാനെന്താ ഇവിടെ? ഞാനെന്താ ഇവന്റെ റൂമില്? ഞാനിങ്ങനെ ഇവിടെ? എന്തോ തടി പുല്ലേ കിടന്ന് സൗണ്ട് ഉണ്ടാക്കുന്നു. ഇത്ര നേരം ഇവിടെ മര്യാദയ്ക്ക് കിടക്കുമായിരുന്നല്ലോ. മനുഷ്യന്റെ ഉറക്കം കളയാനായിട്ട് വന്ന് കിടക്കാൻ നോക്ക്. ഇതിപ്പോ ഇവന് ഭ്രാന്തായതാണോ എനിക്ക് വട്ടായതാണോ? അതെ, ഞാൻ സാൻവി ആയിരുന്നു. സാൻവി ആയിരുന്നോ? അപ്പൊ നീ ഇപ്പൊ സാൻവി അല്ല. സാൻവി, നീ തടി പുല്ലേ ഇവിടെ? എക്സ്ക്യൂസ് മീ മിസ്റ്റർ, അത് തന്നെയാണ് ഞാൻ താങ്കളോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ എന്താ ഇവിടെ? ആ, അത് കൊള്ളാം. എന്റെ റൂമിൽ എന്റെ കട്ടിലിൽ ഒരു രാത്രി മൊത്തം എന്നെ കെട്ടിപ്പിടിച്ച് കിടന്നതും പോരാഞ്ഞിട്ട് കിടന്ന് പ്രസംഗിക്കുന്ന. ഹലോ, എന്റെ ദേഹത്തൊന്ന് കൈയെടുത്തിട്ട് ബാക്കി പറ. നീ ഇത്രയും നേരം എന്നെ കെട്ടിപ്പിടിച്ച് കിടന്നുകൊണ്ടിരുന്നത് അറിയോ? എന്തോ നടി ഉരുക്കാണ് നിന്റെ കൈ ഇക്കളിയാവുന്നു. അത് ചിലപ്പോ നീ എടുത്ത് എന്റെ കൈ വെച്ചതാണെങ്കിലോ? നീ എന്താ ചെയ്തേ? ഇനി എനിക്ക് നല്ലൊരു ബന്ധം ഇതിലും കുടുംബത്തിൽ നിന്ന് വരുമോ? ഇടി, അതിന് ഞാനില്ലൊന്നും ചെയ്തില്ലല്ലോ. ഓ, ചെയ്യേണ്ട ആവശ്യം എന്നാത്തിനാ? നമ്മൾ രണ്ടിലും ഒരു മുറിയില്ല. ഈ റൂമിന് വെളിയിലുള്ള ആരെയും പറഞ്ഞു കഴിഞ്ഞാൽ അവരെ ബാക്കി പൂരിപ്പിച്ചെടുത്തോളും. പറഞ്ഞ പോലെ അതും ശരിയാ. എന്നാ പിന്നെ ഞാൻ ഈ ജനലിൽ നിന്നെ താഴോട്ട് തള്ളിയിട്ടാലോ? അതാണെ പിന്നെ നീ ഇവിടെ ആയിരുന്നെന്ന് ആരും അറിയത്തില്ലല്ലോ. യോ തെണ്ടിപ്പട്ടി, നീ എന്നെ കൊല്ലാൻ നോക്കുവാനോടാ ദുഷ്ട. ഈ സാൻവിക്ക് ഒരിത്തിന്റെ ആവശ്യമില്ല. ഐ ആം എ കോംപ്ലാൻ ഗേൾ. എനിക്ക് തന്നെ പോവാൻ അറിയാം. അപ്പൊ ബൈ. പോവാട്ടോ. ഇവളെന്താ ഫ്ലേട്ടിങ്ങിന് PhD എടുത്തേക്കുന്ന? ഈശ്വരാ, നീ എന്താ ഇവിടെ കിടന്ന് ശവാസനം പ്രാക്ടീസ് ചെയ്യുവാ? ഞാനൊരു കാര്യം പറഞ്ഞ നീ പാനിക് ആവോ? ഇല്ല. എന്താ? ഈ ഡോറ് ജാമായിട്ടിരിക്കുവാ. വണ്ടർഫുൾ, ബ്യൂട്ടിഫുൾ, ഫണ്ടാസ്റ്റിക്. അയ്യോ, ഞാൻ കൊല്ലല്ലേ. നിക്കടാ അവിടെ. ഇന്ന് നിന്ന് ഞാൻ തൂങ്ങമാട്ടെ. നിന്നോട് ആരടാ പന്നി ആ ഡോർ അത്രയ്ക്ക് ശക്തിയിൽ അടയ്ക്കാൻ പറഞ്ഞത്? ഇപ്പൊ അത് ജാമായത് കണ്ടോ? ഡോർ തുറക്കേണ്ട ആളാണെന്നെ നാളെ വരത്തോളൂ. ഇനി എടാ, നീ ഒന്ന് ആരുവിന്റെ ഫോണിലോട്ട് മെസ്സേജ് അയക്കേ. ഡോറ് തുറക്കാനുള്ള ആള് നാളെ വരത്തുള്ളൂ എന്നിട്ട് പറ. സാൻവി എങ്ങനെ അവിടെ വന്നെന്ന് അവൻ ചോദിച്ചാ എന്നാ പറയും? ബാക്കിയെല്ലാ റൂം വൃത്തിയാക്കുമായിരുന്നു. അന്നേരം അവളെ അങ്ങോട്ട് മാറ്റി കിടത്തിയതെന്ന് പറഞ്ഞാ മതി. അത്ര ഉള്ള കേസ്. ശരി, ഞാൻ അങ്ങനെ പറയാം. സഞ്ജു ഒരു മെസ്സേജ് ഇട്ടേക്കുന്നു. എടാ, റൂം വൃത്തിയാക്കാനായിട്ട് ഞാൻ സാൻവിനെ അങ്ങോട്ട് മാറ്റി കിടത്തിയതാ. ദേവൂട്ടൻ ഡോറ് വലിച്ചടച്ചോണ്ട് ഇപ്പൊ ഡോറ് ജാമായിരിക്കുക. ഡോറ് തുറക്കേണ്ട ആളാണെങ്കിൽ നാളെ വരത്തുള്ളൂ. നിങ്ങൾ രണ്ടുപേരും സേഫ് ആയിട്ട് അകത്തിരിക്കും. ഫുഡൊക്കെ ഞങ്ങൾ എത്തിക്കാം. എങ്ങനെ ഇത് ഈ ദേവൂട്ടൻ പട്ടീനെ ഞാൻ എന്താ ചെയ്യേണ്ടത്? നിക്ക്, ഒരു വഴിയുണ്ട്. ഹലോ ദേവൂട്ടാ. എന്താടാ നീ വിളിച്ചത്? മതിയുടെ അളിയോ,
ചെവിയുടെ ഫിലമെന്റ് അടിച്ചു പോയി. അടിച്ചു പോവാൻ തന്നെയാ പറഞ്ഞത്. ഓ ഇത് കേട്ടിട്ട് എന്റെ ചെവി തന്നെ അടിച്ചു പോയി. അപ്പൊ ദേവേട്ടന്റെ കാര്യം പറയണോ? ഓ പുവർ മാൻ. അതെ എനിക്കൊന്ന് കുളിക്കണമായിരുന്നു. ഞാനെന്താ നിന്നെ കുളിപ്പിച്ചു തരണോ? പോടുന്നു അതൊന്നും അല്ല. ഫ്രഷ് ആയിട്ട് എനിക്ക് മാറിയിടാൻ വേറെ ഡ്രസ് ഇല്ല. ഇന്ന് ഇത് തന്നെ ഇട്ട് അഡ്ജസ്റ്റ് ചെയ്യ. ഇത് വേർത്ത് മുഷിഞ്ഞതാ. എനിക്കിതൊന്ന് കുളിച്ചില്ല ഒരു സമാധാനം കിട്ടത്തില്ല. നിനക്ക് ഞാൻ എന്റെ ഡ്രസ് തരാം. നിനക്ക് എന്നാ പിടി. ഞാൻ ഷോർട്സ് അങ്ങനെ ഇടാറില്ല. എന്റെ ഷോർട്സ് മാത്രമേ ഉള്ളൂ. പുല്ല്. ഞാനെന്നാ ഫ്രഷ് ആയിട്ട് വരാം. ഇതെന്താ ജുബയോ? എനിക്കിത് ഭയങ്കര വലുതാ. നിനക്ക് ഞാൻ നിനക്ക് വേറെ ഡ്രസ് തരാം. ഇതിന് വലുതും പിന്നെ കുറച്ച് ഇറക്കക്കുറവാന്നല്ലേ ഉള്ളൂ. അല്ലാതെ തന്നെ വേറെ എന്താ കുഴപ്പം? അത് പിന്നെ നീ കൈ പൊക്കുമ്പോ ഡ്രസ് പൊങ്ങിപ്പോന്നുണ്ട്. നിനക്ക് എന്റെ കയ്യിൽ അമ്മ തന്നൊരു പാന്റ് ഇരിപ്പുണ്ട്, അത് ഞാൻ നിനക്ക് തരാം. ശരി, ഞാനിത് പോയി മാറ്റിയിട്ട് വരാം. ഇത് പെർഫെക്റ്റ് ആട്ടോ. ഇവക്കിത് കൊടുക്കണ്ടായിരുന്നു. ആരോ ഇതും ജുബ പോലെ തന്നെ കിടക്കുന്നേ, പക്ഷെ കുഴപ്പമില്ല, നല്ല കംഫർട്ടബിളാ. നല്ല ആരുവേട്ടാ. അത് പിന്നെ പ്രായത്തിന്റെ മൂത്തല്ലേ. ബഹുമാനം. നിനക്ക് എന്ത് കാര്യ സാധിക്കാനുള്ളത്? അത് പിന്നില്ലേ, എനിക്ക് ഈ ഡ്രസ് സ്വന്താക്കി തരുവോ? നിനക്കെന്തിനാ ഇത്? അത് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല, എനിക്ക് തരുവോ? എടുത്തോണ്ട് പോ. ഒന്ന് മിണ്ടാതിരിക്കുന്നുണ്ടോ? പണ്ടാർക്കൊക്കെ എന്റെ സംസാരവും ഞാൻ മിണ്ടുന്നതും എന്റെ ശബ്ദമൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. എന്നോട് നന്നായിട്ട് മിണ്ടുകയും ചെയ്യായിരുന്നു. പറഞ്ഞിട്ട് കാര്യമില്ല, ഞാൻ തന്നെയാ പമ്മണ്ടാട്ടം വെട്ടിച്ച് കളഞ്ഞത്. അതൊക്കെ എനിക്കിപ്പോ സാധിക്കാതെ പോയ വെറും ആഗ്രഹങ്ങൾ മാത്രമാണ്. ഭാഗ്യം ആരും കണ്ടില്ല. നാരിട്ട് നാറാൻ തന്നെ അവളുടെ പിന്നാലെ നടക്കുന്നിടത്ത്. തോലിക്കാട്ടി വേണ തോലിക്കാട്ടി. എനിക്ക് ആരുവിനെയായിരുന്നു ഇഷ്ടം. ഇതൊരുമാതിരി മസിലും വീർപ്പിച്ച് നടന്നിട്ട് ഒരു ആറ്റിറ്റ്യൂഡ് വിട്ട് ഒരുമാതിരി ഒരു സംസാരമായിട്ട് വന്നിക്കുക. എന്തോ ആരുമായിട്ട് പിണങ്ങിയിരിക്കുക. സാൻവി മതി നിർത്ത്, പോയി കിടക്ക. എന്താ കിടക്കുന്നില്ലേ? ഞാൻ ചെയ്ത തെറ്റാ, എനിക്കറിയാം. നിന്നെ ഇത് വേദനിപ്പിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം. ഇതിപ്പോ ചോദിക്കാൻ എനിക്ക് ഒരു അർഹതയില്ല, എന്നാലും ചോദിക്കുക. എന്നോട് ക്ഷമിച്ചുകൂടി ഈ ഒരു വട്ടത്തേക്കെങ്കിലും? അന്നത്തെ ആ ഒരു നിമിഷത്തെ എനിക്കത് പറ്റിപ്പോയി. നിന്റെ ഈ മൗനം എന്നെ എത്രത്തോളം വേദനിപ്പിക്കുന്നുണ്ടെന്ന് എനിക്കറിയൂ. എനിക്ക് മറക്കാൻ പറ്റത്തില്ല. കരഞ്ഞുകൊണ്ട് പോലും നിന്റെ ആ മുഖം ഞാൻ പറഞ്ഞത് നിന്റെ മനസ്സിൽ ആഴത്തിലേറ്റിട്ടുണ്ടെന്ന് എനിക്കറിയാം. ആ മുറിവ് ഒരിക്കലും മാറ്റാൻ എനിക്ക് കഴിയത്തില്ല. പക്ഷേ എനിക്കൊരു ചാൻസ് തന്നൂടെ? തെല്ലെന്ന് അറിഞ്ഞു വെച്ചുകൊണ്ട് തന്നെ ഞാൻ ഈ പറയുന്നത്. സർപ്രൈസ് ആയില്ലേ? ഞങ്ങള് നിങ്ങൾ സർപ്രൈസ് ഒക്കെ ആയിട്ട് വന്നതാ. ഡോറ് തുറക്കാനുള്ള ആള് നാളെ വരുവാണെന്ന് പറഞ്ഞിട്ട് അത് ഈ ഏട്ടൻ പറഞ്ഞ് നേരത്തെ ആക്കി മാവേ. ഈ ഏട്ടനേക്കാളും ഭേദം ശത്രുക്കളായിരുന്നു. ഹാപ്പിയല്ലേ മോളെ സാൻവി? പിന്നെ എനിക്കിപ്പോ പടക്കം പൊട്ടിച്ച് ആഘോഷിക്കാൻ തോന്നുന്നു. നിങ്ങളുടെ മൂന്നേക്കൊരെണ്ണം പൊട്ടിക്കട്ടെ, രണ്ടാമത്തെ കൊണ്ട് നിങ്ങളുടെ മൂട്ടിലും പൊട്ടിക്കാം. വെട്ടാതിരിക്കാം സൈക്കോ തളക്കി. ഇതെന്ത് ഇവൻ നട്ട് വരാൻ ലൂസായ? അത് നേരത്തെ ലൂസായ നിനക്കറിയത്തില്ല? എന്റെ നട്ട് ഇപ്പോഴാണ് ലൂസായത്. നിന്റെ നട്ട് നേരത്തെ ലൂസായതല്ലേ? എനിക്കറിയാം. കഴിഞ്ഞില്ലേ? ഇനി വാ, അളിഞ്ഞത് മതി. നീയൊന്നും പറഞ്ഞില്ല. ഇപ്പൊ സുന്ദരിയായിട്ടുണ്ട്. ഈ കോലത്തിടുകളെ കണ്ടിട്ട് എനിക്ക് വരെ ക്രഷ് അടിക്കുന്നു. ക്യൂട്ടായിട്ടുണ്ട്. എടി ദേവു, നീ ജയ്ഡനെ കണ്ടായിരുന്നോ? അല്ല, ഏതായി മായാമോഹിനി? എടാ ഇത് ഞാനാടാ. അതിനിപ്പ സുന്ദരിയായിട്ടില്ലേ? എന്തുവാടാ ചെയ്യട ഇത്? നീ ഇങ്ങനൊരു കിഴങ്ങനായി പോയല്ലോ. ശരി, അവട്ടൊരു പെണ്ണിനെ വളയ്ക്കത്തുമില്ല, വളച്ചവന്മാരായിട്ട് എൻജോയ് ചെയ്യാൻ സമ്മതിക്കത്തുമില്ല. നീ ഇങ്ങനൊരുത്തനായി പോയല്ലോടാ വൃത്തികെട്ടവനെ. ഇതിപ്പോ എന്താ? ഓ എന്റെ പൊന്നു മുത്തേ ആരി, അവളുടെ സാരിത്തുമ്പി പിടിച്ച് നടക്കണ കണ്ടില്ലേ? സാരിത്തുമ്പോ എടി നീ സാരിയാണോ ഇട്ടേക്കുന്നേ? അല്ല, ഞാൻ പാണ്ടല്ലേ ഇട്ടേക്കുന്നേ. ഹലോ മിസ്റ്റർ, പറയുമ്പോ നോക്കി കണ്ടുമൊക്കെ പറയണം. അവളിപ്പോ പാന്റ് ടീഷർട്ട് അല്ലേ ഇട്ടേക്കുന്നേ, അപ്പൊ അവളുടെ ഷർട്ടൊക്കെ പിടിച്ച് നടക്കുവാന്നല്ലേ പറയേണ്ടത്. ഇതിനിടയ്ക്ക് ഇവിടുത്തെ ഈ സാരി വന്നത്. ഓ ഇങ്ങനൊരു കിഴങ്ങൻ.
അങ്ങനെ ആരും സാഹിത്യ എന്തിയെ എന്റെ മൂക്കി കയറിയിട്ടുണ്ട്. അല്ല പിന്നെ അത് ശരി, മൂക്കി കയറിയിരിക്കാൻ അവളെന്നടാ കുണ്ടളപ്പുഴു മര്യാദ സത്യം പറഞ്ഞു. പൊട്ടന്മാരെ തട്ടി നടക്കാൻ പറ്റാത്ത അവസ്ഥയാണല്ലോ. അല്ലടാ സഞ്ജു, ഞാൻ പൊട്ടത്തരൊന്നും പറഞ്ഞില്ലല്ലോ. നീ വാ തുറക്കരുത്. ഇനി ഞാൻ പല്ല് തേക്കാത്തോണ്ടാണ് അവര് വാ തുറക്കരുതെന്ന് പറഞ്ഞത്. ഏയ്, ഇനി ഞാൻ രാവിലെ പല്ല് തേച്ചതല്ലേ. ഇവളെന്തിനാ ഇവിടെ ഒറ്റക്കിരിക്കുന്നെ? സാൻവി, നാളെ കോളേജുള്ള തണുപ്പ് അടിക്കാതെ പോയി കിടക്കാൻ നോക്ക്. കുറച്ചു നേരം ഇവിടെ നിന്ന് തണുപ്പുണ്ടെന്ന് വിചാരിച്ച് ഞാൻ ചത്തുപോകാനൊന്നും പോകുന്നില്ല. ഞാൻ ചത്തുപോയാലും ആർക്കൂടൊന്നും ഇല്ലല്ലോ. മോളെ സാൻവി, എന്തുവാ മോളെ സാൻവി ഇങ്ങനെ നോക്കി പേടിപ്പിക്കുന്നേ? ദേവേട്ടൻ പാവല്ലേ. ഇനി ഞാൻ പോയേക്കാം. അവരൊന്ന് ശല്യപ്പെടുത്താന്ന് വിചാരിച്ചാ നാട്ടൊന്നില്ല പുല്ല്. പിന്നെ റെഡി ആയില്ലേ? ഇനി നമുക്ക് പോയാലോ? ഇവളെന്താ വരാത്തെ? ഇന്ന് വരുന്നില്ലേ? നോക്കണ്ടേട്ടാ, സാൻവി നേരത്തെ പോയി. എന്ത്? അല്ല, ഏട്ടന്റെ കണ്ണുകൾ ഓടി നടന്ന് തിരയുന്നത് അവളെയാണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് പറഞ്ഞാ. പിന്നെ കുന്തമാണ്. എനിക്കറിയാതൊന്നും അല്ലല്ലോ എന്റെ ഏട്ടന്. അതേടാ ഒരു സാൻവി നിൽക്കുന്നു. എനിക്കറിയാൻ മേലാഞ്ഞിട്ട് ചോദിക്കുക. ഇപ്പൊ അവള് പെറ്റി വീഴുവോ? അല്ല, ഒരു ഡൗട്ട്. അല്ല, ഇവിടെ എന്താ വല്ല ഫാൻസി ഡ്രസ്സും നടക്കുന്നുണ്ടോ? അവൾ ഇത്ര ഒരുങ്ങി വരാനായിട്ട്? അതവർക്ക് ഇന്ന് കായുമായിട്ടൊരു ഡേറ്റ് ഉണ്ട്. ഡേറ്റോ? ഡേറ്റ് അല്ല, ഡേറ്റ്. നീ അറിഞ്ഞില്ല? അവരിപ്പോ ഭയങ്കര കൂട്ടാ. പറഞ്ഞു തീർന്നില്ല, വേണ്ട നിക്കുന്നു. ഭയങ്കര ഫണ്ണിയാണല്ലോ, എനിക്ക് ഇഷ്ടപ്പെട്ടു. എല്ലാരും പറയും. എനിക്ക് തോന്നുന്നു അവര് സെറ്റ് ആവുന്ന മിക്കവാറും. എങ്ങോട്ടായി ശിവകാമി ദേവി പോന്നേ? വിശക്കുന്നു, ക്യാൻറ്റീനിലോട്ടാ. പൊക്കോ. ഇനി ഞാൻ തടഞ്ഞൊന്നും വേണ്ട, താങ്കൾ പൊക്കോ. എന്തായാലും സഞ്ജുവിന് പറ്റിയ പെണ്ണിനെ തന്നെ കിട്ടിയത്. ശവത്തി കുത്താതടാ നാറി. ഞാൻ കുത്തോ, നീ പോടാ. ഇന്നത്തെ ക്ലാസ് കുഴപ്പമില്ലായിരുന്നു. അതിന് നീയൊക്കെ ഇന്ന് മുതലാ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ തുടങ്ങിയത്? ഇവളോടൊന്ന് സംസാരിച്ചാലോ? സംസാരിച്ചേക്കാല്ലേ സാൻവി? ആ കായോ എന്താ? അത് പിന്നെ നിങ്ങളെല്ലാം പൊക്കോ, എനിക്കുള്ളോട് കുറച്ച് സംസാരിക്കാനുണ്ട്. അയ്യോ, ഞങ്ങൾ അവളെ അങ്ങനെ ഒറ്റയ്ക്ക് വിടുന്നതല്ല. അല്ല, നിന്റെ കൂടെ വിട്ടാ പിന്നെ ഇവളങ്ങനെ തിരിച്ചു വരുന്നേ? അത് കുഴപ്പമില്ല, ഞാൻ തന്നെ വന്നോളാട്ടാ. എന്നാലും നിന്നെ ഞാൻ എങ്ങനാടി ഒറ്റയ്ക്ക് വിടുന്നേ? അല്ലെ നീ ഇറങ്ങാൻ നേരം എന്നെ വിളിച്ചാ മതി, ഞാൻ വന്ന് നിന്നെ കൂട്ടിക്കോളാം. അയ്യോടാ സഞ്ജു, നിനക്ക് എവിടെയോ പോവാനില്ലായിരുന്നു? ഞാനെവിടെ പോവാനായിട്ട്? മര്യാദക്കൊണ്ടെന്ന് പറഞ്ഞു, അല്ല നിന്നെ കൊല്ലി ഞാൻ. ശരിയാ, എനിക്കൊരിടത്ത് പോവാനുണ്ടായിരുന്നു. ഇനി എന്നെ അയ്യും. അയ്യോടാ, കഷ്ടമായി പോയല്ലോ. അല്ല വേണ്ട, നമ്മുടെ ആരും നിൽക്കുമല്ലേ, നിന്നെ അവൻ കൊണ്ടുവന്നോളൂടി. എന്ത്, ഞാനാ? അല്ലേ, കായതൻ അവളെ തിരിച്ചു കൊണ്ടുവന്നോളും, പ്രശ്നം കഴിഞ്ഞില്ലേ? ഇനി ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. ഞാൻ കൊണ്ടുവന്നോളാം അവളെ. വെറുതെ എന്തിനാ കൈമനെ ബുദ്ധിമുട്ടിക്കുന്നേ? കണ്ടോ, ഇത്രയേ ഉള്ളു കാര്യം. എന്റെ ഏട്ടത്തിയുടെ ബുദ്ധി വിമാനമല്ല, റോക്കറ്റാ. ഏട്ടാ, എനിക്ക് ഒറ്റയ്ക്ക് തിരിച്ചു വരാനറിയാം, ഞാൻ ഒറ്റയ്ക്ക് തിരിച്ചു വന്നോളാം. പിന്നെ തിരിച്ചു വരുന്ന സമയത്ത് നിന്നെ ആരെങ്കിലും പിടിച്ചോണ്ട് പോയി കഴിഞ്ഞാൽ അച്ഛനും അമ്മയോട് ഞാൻ എന്നാ പറയും? എനിക്ക് ഒരു സമാധാനം തരുമോ? എടാ, ഇത്രയും വലിയ പെണ്ണിനെ ആര് പിടിച്ചോണ്ട് പോകാനാടേ? ഹലോ, അത് സൈസ് നോക്കിയിട്ട് പറ. ഇതിന് 5-ലിരുത്താനുള്ളതേ ഉള്ളൂ. ഞാൻ പോടെ ചേടങ്കളവാ, തന്നെ കണ്ടു കഴിഞ്ഞാൽ 2 പിള്ളേരുടെ തന്തയാന്ന് പറയുമല്ലോ. കുന്തവാണ് ഇവള്. 10 പഠിക്കുമ്പോ ഉണ്ടല്ലോ, ഞാനായിരുന്നു ഇവളെ കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. ഒരു ദിവസം ഇവളെ ഒറ്റയ്ക്ക് വരാമെന്നും പറഞ്ഞ് എന്നെ പറഞ്ഞു വിട്ടു. തിരിച്ചു വരുന്ന വഴിക്ക് ഏതോ ഒരുത്ത് കിണ്ടർജയം മേടിച്ചു തരാമെന്നും പറഞ്ഞ് വിളിച്ചോണ്ട് പോയപ്പോ അവന്റെ കൂടെ ലൂക്ക് പോയവളാ ഇവള്. എന്നിട്ട് എനിക്ക് കിണ്ടർജയം കിട്ടിയല്ലോ. അല്ല, എന്നിട്ട് ഇവളെ എങ്ങനെ തിരിച്ചു കിട്ടിയത്? ഇവളൊരു കിണ്ടർജയം കഴിഞ്ഞപ്പോ പിന്നെ ഒരെണ്ണം വേണമെന്ന് പറഞ്ഞ് വേളം വെച്ചു. ആ ചെറുക്ക സഹി കേട്ട് എന്റെ അടുത്ത് കൊണ്ട് തന്നെ ആക്കി. മാറ്റിച്ച് നാണക്കളുടെ അടുത്ത് കൈ തന്നു. ഇത് നേരത്താണാവോ ആ കിണ്ടർജയം കൂച്ചാൻ പോകാൻ തോന്നിയത്. ഏട്ടാ, അന്ന് ഞാൻ 10th-ലല്ലായിരുന്നോ? ഇപ്പൊ ഞാൻ വളർന്നില്ലേ? എന്ത്? ഒന്നുകൂടെ പറഞ്ഞേ. ഞാൻ വളർന്നില്ലേ? അത് കാണുന്ന നമുക്കും കൂടെ തോന്നണം. ഒരേ തന്തയായി പോയി, അല്ലെ ഞാൻ തന്തയ്ക്ക് വിളിച്ചേരും. എന്തേലും പറഞ്ഞായിരുന്നോ വാവേ?
അയ്യോ, എന്റെ ഏട്ടൻ എന്നാ നല്ല ഏട്ടനാന്ന് ഞാൻ പറയുമായിരുന്നു. ആഹാ, തനിക്ക് ഇങ്ങനത്തെ ബാക്ക് സ്റ്റോറി ഉണ്ടായിരുന്നോ? ഈ ഏട്ടൻ ചുമ്മാ പറയുന്നതാണ്, ഞാൻ അങ്ങനൊന്നും അല്ല. അതിനിപ്പോ എന്താ, ഈ കൊച്ചായതൊന്നും പറഞ്ഞൊന്നും സംഭവിക്കാൻ പറ്റില്ല. പൊക്കം ഇല്ലാത്തതും ചെറുതായിട്ടിരിക്കുന്നത് തന്നെയാണ് നല്ലത്. അതാണ് പിന്നെ നിന്നെ കാണാൻ എന്നും ഇതുപോലെ ക്യൂട്ടായിരിക്കും. താങ്ക് യു, താങ്ക് യു. Later. ഏട്ടാ, ഞാൻ വന്നു. ആ, നീ വന്നോ? അല്ല, ആരും എന്തിയെ? ഞാനിടണ്ടാ. എന്നാ നീ പോയി ഫ്രഷ് ആയിട്ട് വാ, നമുക്കെല്ലാം കഴിക്കാം. ഓ ശരി, ചടയിന്ന് പോയിട്ട് പടയിന്ന് വരാം. ഹൗ ഡു ഐ വളക്കിൽ ഹിമ്മോ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. കായെ കൊണ്ട് ഇത് നടക്കുമെന്ന് തോന്നുന്നില്ല. എന്തേലും വേറെ നോക്കണം. ഡീ, നീ എന്റെ മുറിയില് എന്തോ ആരോയിട്ട് ഇങ്ങനെ നമ്മൾ തമ്മിൽ എന്റെ നിന്റെ കണ്ടോ? അതെപ്പോ മൊയില് അതിന്നും മുതല്. അല്ല, എന്നോട് എന്താ മിണ്ടാത്തെ? സൗകര്യം ഇല്ലാത്തോണ്ട്. നിങ്ങൾക്ക് എന്നോട് ഒരു തവണ ക്ഷമിച്ചൂടെ? ഒരു പെണ്ണിന്റെ കണ്ണീര് വീണ നിങ്ങൾ കുളം പിടിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? പുല്ലാഴ്ചയുള്ള സമയത്ത് കുറച്ച് കണ്ണീരും വരുന്നില്ല. ഇതിപ്പോ തുപ്പല് വാരി കണ്ണി തെക്കണ്ട അവസ്ഥയായല്ലോ. എന്താ കഴിഞ്ഞോ? കുറച്ചുകൂടെ ഉണ്ടായിരുന്നു, പറഞ്ഞിട്ട് നോക്കാട്ടെ. ഭയാനകം, ഒന്ന് പോയി തരാമോ? ആ, നീ വന്നോ? എല്ലാം പറഞ്ഞു കഴിഞ്ഞോ? പിന്നെ വയറ് നിറഞ്ഞു. ആ, എന്നാ പോയാലോ? ഏട്ടാ, എനിക്ക് എന്താ ഒരു കുറവ്? എന്റെ ഭാവയ്ക്ക് എന്നാ കുറവ്? കുറവുണ്ടേ തന്നെ അവന് മാത്രമേ ഉള്ളൂ. ആ, അത് തന്നെയാ. എനിക്ക് ലുക്കിന് എന്നാ ഏട്ടാ ഒരു കുറവ്? എന്റെ ഭാവയ്ക്ക് ലുക്കുള്ളൂ. പിന്നെ എന്താ ഏട്ടാ അതൊന്നും ഇഷ്ടമല്ലാത്തെ? എന്റെ പൊന്നു ഭാവ, ഇത് രാത്രിയാണ്. ഞാനൊരു ചെറിയ തെറ്റ് ചെയ്തു പോയെന്നും പറഞ്ഞു. ഷോ, എന്റെ പാവം ഭാവ. അതെ, ഓവറാക്കല്ലേ. എനിക്ക് ഇത്രയും റിയാക്ഷൻ. അല്ല, കുറച്ച് ബോണസ് ഇരിക്കട്ടെ. അയ്യോ, ആ ബോണസ് എനിക്കിപ്പോ വേണ്ട. ഏട്ടാ, എന്നെ മോട്ടിവേറ്റ് ചെയ്യൂ. ഈ മോട്ടിവേഷൻ എന്നൊക്കെ പറയുന്നത് ചുമ്മാ കയറി വരുന്ന സാധനമല്ല കേട്ടോ. അതെ ഏട്ടാ, എനിക്ക് അച്ഛനെ ഒന്ന് കാണണം. എന്നാത്തിനാ? നിങ്ങളെ ഉണ്ടാക്കാൻ ബലപ്പെട്ട സമയത്ത് അങ്ങേർക്ക് വല്ല 10 വാഴയെ വെച്ചാ പോരായിരുന്നു. ഇപ്പൊ കുറച്ച് പഴവേലും എനിക്കിരുന്ന് തിന്നായിരുന്നു. ഇന്ന് വേണമെന്ന് സമാധാനമായിട്ട് കിടക്കാൻ. എക്സ്ക്യൂസ് മീ, ഇവിടെ നോക്കൂ. ആ, ഇന്നത്തെ സമാധാനം പോയി. നിനക്കെന്നെ മലയാളത്തിൽ പറഞ്ഞ മനസ്സിലാവത്തില്ലേ? ഇല്ല, മനസ്സിലാവില്ല. നീ എന്നാ ഇനി ഹിന്ദിയിലും കൂടെ പറ, അപ്പൊ എനിക്ക് മനസ്സിലാവായിരിക്കും. അതിന് നിന്റെ സ്വന്തം തന്നെ ഹിന്ദി പഠിപ്പിച്ചിട്ടുണ്ടായിരിക്കും. അത് ശരി, നിന്നെ പഠിപ്പിച്ചിട്ടുണ്ടോ? ഞാൻ എങ്ങനെ അറിയുന്നത്? ഓ, തമ്പുരാട്ടി ഒന്ന് പോയി തരാമോ? പോണോ? കുറച്ചു നേരം അവിടെ കഴിഞ്ഞിട്ട് പോയാ പോരി. നീ പോന്നോ അതോ കഴുത്തിന് പിടിച്ച് തന്നെ ഞാൻ പുറത്തിറക്കണം? ആ, പിന്നെ ഞാൻ പോവില്ല. ഇവിടെ തന്നെ സ്ഥിരതാമസമാക്കും ഞാൻ വേണമെങ്കിൽ. അവിടെ നിന്ന് പറഞ്ഞാൽ മതി, എനിക്ക് എവിടെ നിന്ന് പറഞ്ഞാൽ മനസ്സിലാവും. നിന്നോട് മലയാളത്തിൽ പറഞ്ഞാൽ മനസ്സിലാവത്തില്ലേ എനിക്ക് നിന്നെ ഇഷ്ടമല്ലെന്ന്? പിന്നെന്തിനാ നീ ആ ഫസ്റ്റ് ഇയർ പെണ്ണാന്ന് പ്രപ്പോസ് ചെയ്തപ്പോ വേറൊരു പെണ്ണിനെ ഇഷ്ടമാണെന്ന് പറഞ്ഞത്? അതെ, എനിക്കൊരു കുട്ടീനെ ഇഷ്ടാ, പക്ഷെ അത് നിന്നെയല്ല. ആണെങ്കിലോ? ആ, നിന്നോട് ഞാൻ ഇനി എന്നാ പറയാനാ? ഈ ആര് റൂമിലുണ്ടോ? എടാ അളിയാ, എന്റെ സെക്കൻഡ് കിസ്സും പോയി. സെക്കൻഡ് കിസ്സാ? അപ്പൊ ഇത് സ്ഥിരം തൊഴില് തന്നെ. ഇനി ഇവൻ എന്നാ ചത്തോ? അപ്പോൾ ഗൈസ്, ഐ ആം ബാക്ക്. കഴിഞ്ഞ പ്രോമോയിൽ പറഞ്ഞ പോലെ തന്നെ ഞാനിപ്പോൾ കുറച്ച് പേരെ പരിചയപ്പെടുത്താനായിട്ടോ ഇടയ്ക്ക് കയറി വന്നത്. ഇടയ്ക്കല്ല, അവസാനം കയറി വന്നത്. അപ്പോൾ നമുക്കവരെ കണ്ടാലോ? എനിക്ക് ഭയങ്കര സപ്പോർട്ടീവായിട്ട് തോന്നിയിട്ടുള്ള കുറച്ച് പേരാണ് കേട്ടോ. അപ്പോൾ നാളെ എൻ്റെ ബർത്ത്ഡേ ആണ്, അതുകൊണ്ടാണ് ഇന്ന് എപ്പിസോഡ് തന്നത്. കഴിഞ്ഞ ബർത്ത്ഡേക്ക് എനിക്ക് എപ്പിസോഡ് തരാൻ പറ്റിയില്ല, എൻ്റെ മടി തന്നെയാണ് കാരണം. എന്നാലും ഈ ബർത്ത്ഡേക്ക് തരാൻ പറ്റിയുകൊണ്ട് എനിക്ക് കുറച്ചൊക്കെ സമാധാനം കിട്ടിയിട്ടുണ്ട്. പിന്നെ ആദ്യം നമ്മുടെ വീഡിയോയുടെ കമൻറ്റ്സ് 34, 75, 40, 39 ഇങ്ങനെയൊക്കെ ആയിരുന്നു. പക്ഷേ കാലക്രമേണ വന്നപ്പോൾ അതിൻ്റെ എണ്ണം കുറച്ച് കുറഞ്ഞു വന്നു. ഇപ്പോൾ 7, 10, 12 എങ്ങനെയൊക്കെയാണ് കാണുന്നത്. വൈ ദിസ് കൊലവറി ഗൈസ്? ഞാനിവിടെ ഒരു പണിയുമില്ലാതെ എഡിറ്റിങ് ചെയ്ത് കുത്തി പണിയെടുത്ത് നിങ്ങൾക്ക് ഇട്ട് തരുമ്പോൾ അത് നിങ്ങൾ ഇങ്ങനൊരു കമൻറ്റ് ഇട്ടൂടെ? ഒരു കമൻറ്റ് മാത്രമല്ലേടോ ഞാൻ ചോദിക്കുന്നുള്ളൂ. എനിക്ക് തൃപ്തിപ്പെടാനായിട്ടൊരു കമൻറ്റ് കിട്ടിയാൽ മാത്രം മതി. എൻ്റെ പൊട്ട ബുദ്ധിയിൽ എൻ്റെ FF എല്ലാവർക്കും ഇൻട്രസ്റ്റ് പോയെന്ന് വരെ ഞാൻ വിചാരിച്ചു പോയതാണ്. പക്ഷെ അന്നേരവും എനിക്ക് സപ്പോർട്ടീവായിട്ട് തോന്നിയിട്ടുള്ള കുറേ പേര് എൻ്റെ കൂടെ നിന്നിട്ടുണ്ട്. അവരെല്ലാം ഞാനിപ്പോൾ കാണിച്ചു തരാം കേട്ടോ. ഐ മീൻ കമൻറ്റ്സ് ഇട്ടവരെയാണ് കേട്ടോ.
ഇനിയും കുറേ പേരുണ്ട്, ലൈക്ക് ചെയ്തവരും ഷെയർ ചെയ്തവരും കണ്ടവരും ഒക്കെ. അവർക്കെല്ലാം എൻ്റെ ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. കാരണം ആദ്യത്തെ എൻ്റെ വീഡിയോ വ്യൂസും ഇപ്പോഴത്തെ എൻ്റെ വീഡിയോയുടെ വ്യൂസും കൂടെ നോക്കിക്കഴിഞ്ഞാൽ ആനയും ഉറുമ്പിൻ്റെയും വ്യത്യാസമുണ്ട്. എൻ്റെ ചങ്ക് പൊടിഞ്ഞു പോകുന്നു സുഹൃത്തുക്കളെ. അതുകൊണ്ടേ എനിക്ക് ഈ വീഡിയോയ്ക്ക് ഇത്തിരി വ്യൂസും കമൻറ്റും ഒക്കെ വേണമെന്നുണ്ട്. അതുകൊണ്ട് കുളിർമ കൊള്ളാൻ അത് മാത്രം മതി എനിക്ക്. പിന്നെ 1K അടിച്ചു. ഞാനിവിടെ തലകുത്തി മറിയുകയാണ്. 1 വർഷത്തെ കഷ്ടപ്പാടാണ് സുഹൃത്തുക്കളെ. 1 വർഷം പോയതുപോലും അറിഞ്ഞില്ല. എന്നിട്ട് ഞാൻ ഈ FF കിടന്ന് ഉരുട്ടിക്കൊണ്ടിരിക്കുക. ഇനി ഏതെങ്കിലും കാലത്ത് തീർക്കാം. അപ്പം ബൈ.